ഹലോ, നമ്മുടെ കടയിൽ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കണതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കടയിൽ ഊണും ബ്രേക്ക്ഫാസ്റ്റിനും മാത്രമല്ല കേട്ടോ, ഉപ്പിലിട്ട സാധനങ്ങളൊക്കെയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉപ്പിലിടാൻ പോകണമെന്ന് കാണാം. അപ്പം ഞാൻ ഇതിനായിട്ട് ഒരു 2 കിലോ വീതം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, മാങ്ങ, പിന്നെ എന്തെന്നാണ് നെല്ലിക്ക, പൈനാപ്പിൾ, ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചേക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, നെല്ലിക്കയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നെല്ലിക്ക കുറേ നേരം ഇട്ട് ആവി കയറ്റരുത്, ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വിൽക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ കൊടുക്കണത് ഇത് 5 രൂപക്കാണ് കേട്ടോ ഓരോ പീസ് കൊടുക്കണത്. നമ്മുടെ സ്കൂൾ പിള്ളേരൊക്കെ ഇത് ഈ വഴി പോകുമ്പോഴൊക്കെ അവരൊക്കെ മേടിക്കും. പിന്നെ ഊണ് കഴിക്കാൻ വന്ന ആൾക്കാരായാലും അവരും വാങ്ങിക്കും കേട്ടോ. ഓരോ കഷ്ണമൊക്കെ വാങ്ങിച്ച് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും. അല്ലാതെയും പിള്ളേരൊക്കെ കഴിക്കാറുണ്ട്. അപ്പം ഞാനത് ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞ് കഴുകിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൈനാപ്പിളാണ് കേട്ടോ എടുത്തേക്കണത്. അത് ആ വട്ടത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ആ മുള്ളൊക്കെ ഇച്ചിരി അധികമായിട്ട് കളയണം കേട്ടോ, അല്ലെങ്കിൽ ചൊറിയും വായ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതേപോലെ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാരറ്റ് ഇരിക്കണത് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു ക്യാരറ്റ് ഇതേപോലെ 3 4 ഇട്ടൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ ക്യാരറ്റിൻ്റെ വണ്ണം അനുസരിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കാന്താരി മുളകാണ് വേണ്ടത്. പക്ഷേ കാന്താരി മുളകിനൊക്കെ നല്ല വിലയാണ്. അതുകൊണ്ടിട്ട് നമ്മൾ ഉണ്ടമുളകാണ് മേടിച്ചേക്കണം. അപ്പോൾ ഉണ്ടമുളക് നല്ല എരിവുണ്ട്. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 4 കുപ്പി ഇതിനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്തെന്നറിയാമോ, നന്നായിട്ട് തുടച്ചെടുത്ത്. അപ്പോൾ വെള്ളമയം ഒന്നും പാടില്ല. അപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷമാണ് ക്യാരറ്റാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയാണെങ്കിൽ ചെത്തുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ വന്നത്. പിന്നെ നമ്മുടെ ആ നെല്ലിക്ക ആവിയേറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്ക ഇതിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല കേട്ടോ, ഒരു മൂത്ത നെല്ലിക്ക ഉണ്ടായിരുന്നു കുറച്ച്, അതുകൊണ്ടിട്ടാണ് ഈ ഒരു കളറുള്ളത് കേട്ടോ. പിന്നെ ഈ 4 കുപ്പിയിലായിട്ട് ഞാൻ ആ ഒരു ഉണ്ടമുളക് അരിഞ്ഞതുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിളിലും നെല്ലിക്കയിലും മാങ്ങയിലാണ് കൂടുതൽ ഉണ്ടമുളക് ഞാൻ ഇട്ട് കൊടുത്തത്. ക്യാരറ്റിൽ അധികം ഇട്ടില്ല കേട്ടോ, ക്യാരറ്റ് അത്ര എരിവ് വേണ്ട, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പം നമ്മൾ ഈ ഉണ്ടമുളകൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പൈനാപ്പിൾ വിനാഗിരിയുടെ ആവശ്യമില്ല, അല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ വിനാഗിരി ഇല്ലാതെ. പക്ഷെ ഞാൻ എന്നാലും പൈനാപ്പിൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്, ബാക്കി എല്ലാത്തിലും കുറച്ചധികമായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനത്തെ 4 എണ്ണത്തിലായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാനിൻ്റെ അടിയിൽ. ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഈ ഒരു 4 കുപ്പിയിലും ഞാൻ ഇതേപോലെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കല്ലുപ്പ് തന്നെ ഇങ്ങനെ ഉപ്പിലിടണതിന് മേടിക്കണം, അല്ലാതെ പൊടി ഉപ്പിൽ ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രമേ നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ. ഇപ്പം ഇന്നിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ആയാലും നമുക്ക് എടുക്കാം കേട്ടോ. അതേപോലെ എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഒരു ദിവസമൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാനത് പുറത്ത് ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കൽ തുടങ്ങും. അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.